ഹായ് ഫ്രണ്ട്സ്, AR പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ് പ്രോസസ്സസ് എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 6 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെറ്റാബോളിസം, ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിസ്, പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ്, ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻസ്, പ്ലാന്റ് സർവീസ് ആൻഡ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ. നമ്മൾ പാഠഭാഗത്തെ എല്ലാം വായിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ദ കീ ഓഫ് ലൈഫ് ഈസ് ഇൻ ദ സേഫ് ഓഫ് സയൻസ്. ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവൻ്റെ ആ ഒരു താക്കോല് കീ എന്താണ്? സയൻസിൻ്റെ സേഫിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത്. ക്യാൻ ലൈഫ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി? ചോദിക്കുകയാണ്, നമുക്കെന്താ ലൈഫ് അല്ലെങ്കിൽ ജീവൻ ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുമോ? ദിസ് ഈസ് എ ചലഞ്ച് ദാറ്റ് സയൻസ് ഹാഡ് ടേക്കൺ അപ്പ് ലോങ് ബിഫോർ ടുവേർഡ്സ് ഇസ് ഇൻറ്റൻസിഫൈഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ 21st സെഞ്ച്വറി. അപ്പം എന്താണ് ഈ ആർട്ടിഫിഷ്യലി ജീവൻ നൽകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ആദ്യകാലങ്ങളിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. After continuous efforts, the first artificial bacteria become a reality through genetic engineering. A team of researchers at Cambridge artificially created E. coli bacteria that lives in the intestine and soil. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വഴിയാണ്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ നിർമ്മിച്ചിരിക്കുന്നത്. ആരാണ്? കേംബ്രിഡ്ജിലെ കുറച്ച് ഒരു ടീം റിസർച്ചേഴ്സ് ആണ് ഈ കോളി ബാക്ടീരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇൻഡസ്റ്റൈനിലും സോയിലുമാണ് കാണപ്പെടുന്നത്. സൈഡിലായിട്ട് 2 ബാക്ടീരിയയുടെ ഹൈപ്പോത്തറ്റിക്കൽ കോൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട്. യു ആർ ദ ഡ്യൂപ്ലിക്കേറ്റ്, ഐ ആം ദ ഒറിജിനൽ. അപ്പോൾ പറയാണ്, ഒരു ബാക്ടീരിയ പറയാണ്, നീ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാൻ ഒറിജിനൽ. No original and no duplicate. Both of us are bacteria. It's just that I was made in a lab. അപ്പം എന്താണ് പറയുന്നത്? അങ്ങനെ ഒറിജിനൽ എന്നോ ഡ്യൂപ്ലിക്കേറ്റ് എന്നോ ഒന്നുമില്ല. ഞാനും നീയും ഒരു ബാക്ടീരിയയാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ വാസ് മെയ്ഡ് ഇൻ എ ലാബ്. ഞാൻ എന്താണ്? ഒരു ലാബിൽ നിർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുന്നത്? അപ്പം ബാക്ടീരിയ രണ്ടും ആർട്ടിഫിഷ്യൽ ഒറിജിനൽ എന്നൊന്നും ഇല്ല എന്ന് പറയുന്നതിന് കാര്യം എന്താണ്? അതിൻ്റെ ഫങ്ഷനിങ് എല്ലാം ഒരുപോലെയാണ്. Movement, response, respiration, growth, reproduction, etc. are the signs of life. അപ്പം എന്തെല്ലാമാണ് ജീവൻ്റെ ആ ഒരു സൈനുകൾ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, റെസ്പോൺസ്. മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചലനം, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികരണം എന്നൊക്കെ പറയാം. റെസ്പോൺസ്, റെസ്പിറേഷൻ, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, ഇതെല്ലാമാണ് ജീവൻ്റെ സൈൻ. യു നോ ദാറ്റ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പം എന്താണ് പറയുന്നത്? സെൽ എന്ന് പറഞ്ഞാൽ കോശം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഘടനാപരവും അടിസ്ഥാനപരവുമായിട്ടുള്ള ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്, ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് എന്ത്? കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. The chemical reactions essential for the existence of life mainly take place inside the cell. അപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് എവിടെയാണ് നടക്കുന്നത്? സെല്ലിന് ഉള്ളിലാണ് നടക്കുന്നത്. Many molecules are required for the cell structure and cell function. ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ നിലനിർത്തുന്നതിനും അതിൻ്റെ ഫങ്ഷൻസ് നിലനിർത്തുന്നതിനും പലതരത്തിലുള്ള മോളിക്യൂൾസ് ആവശ്യമാണ്. These molecules are formed by the various combinations of elements such as carbon, hydrogen, oxygen, nitrous, phosphorus and calcium. അപ്പോൾ എന്തെല്ലാമാണ് ഈ എലമെൻറ്റ്സ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഈ എലമെൻസിൻ്റെ എല്ലാം ഹെൽപ്പോടുകൂടി മാത്രമേ എന്തിനു സാധിക്കത്തുള്ളൂ? സെല്ലിൻ്റെ സ്ട്രക്ചറിനും ഫങ്ഷനും എല്ലാം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അടുത്തൊരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ബയോമോളിക്യൂൾസ്. എന്താണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, പിന്നെന്താണ്? ന്യൂക്ലിക് ആസിഡ്, ഇവയെല്ലാമാണ് ലൈഫ്, ജീവൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബിൽഡ് ചെയ്യുന്ന ആ ഒരു ബ്ലോക്കുകൾ. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏത്?
കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ. അവയുണ്ടെങ്കിൽ മാത്രമേ ജീവൻ തന്നെ നിലനിൽക്കുകയുള്ളൂ. അപ്പം എന്താണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ദിസ് ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. ഇവയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം താഴെയായിട്ട് നമുക്ക് ബയോമോളിക്യൂൾസിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അടുത്ത ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബയോമോളിക്യൂൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ഏതെല്ലാമാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. അപ്പോൾ എന്തെല്ലാമാണ്? അപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എന്തെല്ലാമാണ് എക്സാമ്പിളായിട്ട് വരുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. അടുത്തത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിന് ഏതെല്ലാമാണ് എക്സാമ്പിള്? ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഫാറ്റും ഓയിലുമാണ് ലിപ്പിഡ്സിന് എക്സാമ്പിൾ. അടുത്തത് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിന് ഏതൊക്കെയാണ്? എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബയോട്ടിക്സ്. ഏതെല്ലാമാണ് പ്രോട്ടീൻസിന് എക്സാമ്പിൾ? എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബയോട്ടിക്സ്. അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? DNA-യും RNA. DNA എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. RNA എന്തുവാ? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്നുകൂടി നോക്കാം. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. എന്നിട്ട് ഇവയെല്ലാം എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇവയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ലിപ്പിഡ്സ് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡ്സിന് എക്സാമ്പിളാണ് ഫാറ്റ്, ഓയിൽസ്. പ്രോട്ടീൻസിന് എക്സാമ്പിളാണ് എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്. ആൻഡ് ന്യൂക്ലിക് ആസിഡ്സിന് എക്സാമ്പിളാണ് DNA, RNA. All life signs are manifested by the action of biomolecules and many other chemical factors inside the cell. All such chemical reactions together taking place in an organism are called metabolism. All life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ലൈഫ് സൈനുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവ എങ്ങനെയാണ് പ്രകടമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്? എങ്ങനെയാണ്? ഈ ബയോമോളിക്യൂൾസിൻ്റെ ആക്ഷൻസ് വഴിയും മറ്റ് അതർ കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ആക്ഷൻസിൻ്റെ ഫലമായിട്ടാണ് ഈ ജീവൽ പ്രവർത്തനങ്ങൾ, ലൈഫ് സൈനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ലൈഫ് സൈൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ. ഇപ്പം എന്താ ഇതിനകത്ത് വരുന്നത്? ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസിൻ്റെ പ്രവർത്തനവും പിന്നെ മറ്റ് കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെ ആ ഒരു പ്രവർത്തനവും മൂലമാണ്, സെല്ലിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനവും മൂലമാണ് ജീവൻ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു സെല്ലിനകത്ത് എന്തൊക്കെയാണ് ബയോമോളിക്യൂൾസിൻ്റെയും ഇത്തരത്തിലുള്ള കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും ഒക്കെ ആക്ഷൻസും ഒക്കെ സെല്ലിനകത്ത് നടക്കുന്നുണ്ട്. ആ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ all such chemical reactions together taking place in an organism are called metabolism. അപ്പം ഓർഗാനിസത്തിൽ മുഴുവനായിട്ട് ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പം മെറ്റാബോളിസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? all chemical reactions together taking place in an organism are called metabolism. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്ന എന്തൊക്കെയാണ്? ബയോമോളിക്യൂൾസ് പറഞ്ഞു. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇവയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? മെറ്റാബോളിസം. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ഈ ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സൈനുകളെല്ലാം എന്താണ്? ഈ ബയോമോളിക്യൂൾസും മറ്റ് കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും ആക്ഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബയോമോളിക്യൂൾസിൻ്റെ ആക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഒരുമിച്ച് ഒരു ഓർഗാനിസത്തിനകത്തിലെ എല്ലാ റിയാക്ഷൻസും കൂടി ഒരുമിച്ച് പറയുന്നതാണ് മെറ്റാബോളിസം. എന്താണ്?
All life sciences are manifested by the action of biomolecules and many other chemical factors. അപ്പോൾ എന്തൊക്കെയാണ്? ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ. All such chemical reactions together taking place in an organism are called metabolism. ഇതിൻ്റെ നോട്ട്സ് തരുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഫ്ലോ ചാർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. മെറ്റാബോളിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. അപ്പോൾ പറയാണ് മെറ്റാബോളിസം. നമുക്കറിയാം മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയിൽ നടക്കുന്ന എല്ലാവിധ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂടെ ചേർത്താണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അനാബോളിസം എന്നും കാറ്റബോളിസം എന്നും. അനാബോളിസം, കാറ്റബോളിസം. ഇതിനകത്ത് അനാബോളിസം എന്ന് പറയുന്നത് വിച്ച് കമ്പൈൻസ് മോളിക്യൂൾസ്. അപ്പോൾ അനാബോളിസത്തിൽ എന്താ? ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവയെ കമ്പൈൻ ചെയ്താണ് അനാബോളിസത്തിൻ്റെ കേസിൽ വരുന്നത്. ഇനി കാറ്റബോളിസം ആണെങ്കിലോ വിച്ച് ബ്രേക്സ് ഡൗൺ മോളിക്യൂൾസ്. ഒരു മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അവയെ എന്താണ്? ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ഏത്? കാറ്റബോളിസത്തിൽ. അനാബോളിസത്തിൽ കമ്പൈൻസ് മോളിക്യൂൾസ്, കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. അടുത്തതായിട്ട് താഴെയായിട്ട് ഒരു മെറ്റാബോളിസത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മെറ്റാബോളിസം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 എന്ന് നമ്മൾ പറഞ്ഞു. അനാബോളിസം, കാറ്റബോളിസം. ഇതിനകത്ത് അനാബോളിസം എന്തുവാ? കമ്പൈൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പം അതിനകത്ത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെഴുതാം? കമ്പൈനിങ് ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുകയാണ് അനാബോളിസത്തിൽ നടക്കുന്നത്. അതിൻ്റെ എന്തുവാ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്? പ്ലാന്റ്സ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പം നമുക്കറിയാം പ്ലാന്റ്സ് എന്ത് സിന്തസൈസ് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. കാറ്റബോളിസത്തിന്റെ കേസ് പറയുവാണെങ്കിൽ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസിനെ എന്താണ്? പാർട്സ് ഓരോരോ പാർട്സ് ആക്കി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസിനെ ഘടകങ്ങളാക്കി മാറ്റുന്നു. എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കൊടുത്തിരിക്കുന്നത്? പ്രോട്ടീൻ ബ്രേക്സ് ഡൗൺ ഇൻറ്റു അമിനോ ആസിഡ്. പ്രോട്ടീൻ എന്തായിട്ടാണ് ആവുന്നത്? അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. Biomolecules such as enzymes and proteins are also formed inside the cell to regulate and help metabolism. എന്താണ്? ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള എൻസൈംസും ഹോർമോൺസും ഏത് ബയോമോളിക്യൂളിന് എക്സാമ്പിളാണ്? പ്രോട്ടീനിന് എക്സാമ്പിളാണ്. നമുക്ക് ആ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. പ്രോട്ടീനാണ് എൻസൈംസും ഹോർമോൺസും എന്ന് പറയുന്നത്. ഇവയെല്ലാം എന്താണ്? സെല്ലിൽ ആ ഒരു മെറ്റാബോളിസത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബോക്സിനകത്ത് എൻസൈംസും ഹോർമോൺസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൂമെന്റ്. അപ്പം എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈംസ് ആർ മോളിക്യൂൾസ്. എൻസൈംസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസത്തിൽ നടക്കുന്ന, നമ്മൾ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാനായിട്ടാണ് എൻസൈമുകൾ സഹായിക്കുന്നത്. അപ്പോൾ എൻസൈം എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് എൻസൈംസ് സഹായിക്കുന്നത്. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. മിക്കവാറും ഉള്ള എൻസൈംസ് എല്ലാം എന്താണ്? പ്രോട്ടീൻസ് ആണ്. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. സലൈവറി അമിലേസ് പ്രസന്റ് ഇൻ സലൈവ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലേസ്. പിന്നെന്താണ്? ആൻഡ് പെപ്സിൻ പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ എന്താണ്? ഒരു എൻസൈമിന് ഉദാഹരണമാണ്. അപ്പം ഈ സലൈവറി അമിലേസ് അല്ലെങ്കിൽ പെപ്സിനൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്? ആ ഒരു പ്രവർത്തനത്തെ വേഗം തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. അടുത്ത ഇനി ഹോർമോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റും കോർഡിനേറ്റും ചെയ്യുന്നതിനാണ് ഹോർമോൺസ് സഹായിക്കുന്നത്. അത് മാത്രമല്ല ഇതൊരു കെമിക്കൽ മോളിക്യൂൾസ് ആണ്. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. ജീവന്റെ ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുക, അതിനെയൊക്കെ ഒന്ന് സംയോജിപ്പിച്ച് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനാണ്
ഹോർമോൺസ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ പറയുകയാണെങ്കിൽ ലീഡേഴ്സ് ഉണ്ട്. എന്തിനാണ് ലീഡേഴ്സ് ഉള്ളത്? അവർ ആ ഒരു ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ ഒരു കെമിക്കൽ മോളിക്യൂൾസ് ആണ്. അവ എന്തിനൊക്കെ സഹായിക്കുന്നു? ബയോളജിക്കൽ പ്രോസസ്സിനെ കോർഡിനേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. These are produced by various endocrine glands. Endocrine glands ആണ് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികൾ. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് കൺട്രോൾ ദ ഫംഗ്ഷൻ ഓഫ് സെക്സ് ഓർഗൻസ് ആർ എക്സാമ്പിൾ ഫോർ ഹോർമോൺസ്. അപ്പോൾ എന്തെല്ലാമാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പിന്നെന്താണ്? പ്രൊജസ്ട്രോൺ. ഇവയെല്ലാം എന്താണ്? സെക്സ് ഓർഗൻസിൻ്റെ ഫംഗ്ഷനിങ്ങും കൺട്രോളിനും സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. അടുത്ത ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹൗ സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഗെറ്റ് ഇൻസൈഡ് ദ സെൽ. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സ്റ്റേണലിൽ നിന്നുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, നമുക്കറിയാം ഒരു സെല്ലിൽ ഫങ്ഷൻസ് നടക്കണമെങ്കിൽ പല തരത്തിലുള്ള സബ്സ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ സബ്സ്റ്റൻസുകളെല്ലാം സെല്ലിന് ഉള്ളിലേക്ക് കടക്കാനായിട്ട് എങ്ങനെയാണ് കടക്കുന്നത് എന്നാണ് പറയുന്നത്. അമീബയുടെ കേസ് പറയുകയാണെങ്കിൽ എന്തുവാ? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അതിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ്. ഇപ്പം എന്താ? ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ് സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പം നമ്മൾ അമീബ പറഞ്ഞു. അമീബ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പം ഈ യൂണിസെല്ലുലർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയിൽ സബ്സ്റ്റൻസ് എങ്ങനെയാണ് കയറുന്നത്? അവയുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു സബ്സ്റ്റൻസ് സൈറ്റോപ്ലാസത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് അമീബയുടെ കേസിൽ അവ ഉള്ളിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ദ സെൽ മെംബ്രെയിൻ. അത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സെൽ മെംബ്രെയിനിൽ കൂടിയാണ് അമീബയിൽ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് സെല്ലിന് ഉള്ളിലേക്ക് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നത്. ആനിമൽസിൻ്റെ കേസ് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് substance received from the external environment undergoes certain changes and reach the extracellular fluid. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു? ചില മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. സബ്സ്റ്റൻസ് വിച്ച് റിസീവ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന് പുറത്തുനിന്നും കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസ് എന്താണ്? അവ അണ്ടർഗോ സർട്ടൺ ചേഞ്ചസ്, കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് അവ എവിടെ എത്തുന്നു? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൽ എത്തുന്നു. ഈ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സെല്ലുകൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡ്സ് ആണ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്സ്. ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ്. സെല്ലുകൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡ്സ് ആണ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ സബ്സ്റ്റൻസ് ആദ്യം കുറച്ച് മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്നു. ഇറ്റ് അണ്ടർഗോസ് സർട്ടൺ ചേഞ്ചസ്. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്താ? ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ഇതിലും എന്താണ്? സെൽ മെംബ്രെയിനിൽ കൂടി തന്നെയാണ് അത് കടക്കുന്നത്. ഇപ്പം നമുക്കറിയാം അമീബയുടെ കേസിലും ആനിമൽസിൻ്റെ കേസിലും എന്താണ്? ഇത് സെൽ മെംബ്രെയിനിൽ കൂടി തന്നെയാണ് കടക്കുന്നത്. ആനിമൽസിൻ്റെ കേസിൽ ആ സബ്സ്റ്റൻസിന് കുറച്ച് മാറ്റം വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കടക്കുന്നത് ഇതുവഴിയാണ്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടിയാണ് അത് എൻറ്റർ ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പ്ലാന്റ്സിൽ കുറച്ച് 2-3 തരത്തിൽ ഈ എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന് കയറാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? ത്രൂ ദ സെൽ വോൾ ആൻഡ് ടു എക്സ്ട്രാ സെല്ലുലർ സ്പേസസ്. അപ്പം സെൽ വോളിൽ കൂടി കയറാൻ പറ്റും. പിന്നെ എക്സ്ട്രാ സെല്ലുലർ സ്പേസിൽ കൂടിയും അവയ്ക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. രണ്ടാമത്തെ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ്. ഇപ്പം അഡ്ജസൻറ്റ് സെൽസിനെ കണക്ട് ചെയ്തിട്ടുള്ള പ്ലാസ്മോഡെസ്മേറ്റയിൽ കൂടി അതിന് കടക്കാനായിട്ട് സാധിക്കും. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴി അവയ്ക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പം പ്ലാന്റ്സിൻ്റെ പറയുവാണെങ്കിൽ ഒന്നാമത്തേത് സെൽ വോള്, സെൽ വോളിൽ കൂടി കടക്കാൻ പറ്റും. രണ്ടാമത്തേത് എക്സ്ട്രാ സെല്ലുലർ സ്പേസസ്, എക്സ്ട്രാ സെല്ലുലർ സ്പേസസ്.
മൂന്നാമത്തെ എന്താണ്? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മേറ്റയിൽ കൂടി കടക്കാനായിട്ട് സാധിക്കും. ഇവിടെ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? സെല്ലുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു വാൽവ് പോലത്തെ നമ്മൾ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്ന കൂട്ടത്തെ തന്നെ അഡ്ജസന്റ് സെൽസ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ആണ് ഇത് ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മറ്റ് 2 കാര്യങ്ങൾ പറഞ്ഞ കൂട്ട് തന്നെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ വഴിയാണ് ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ വഴി ഈ എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന് സെല്ലിനുള്ളിലേക്ക് കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോന്നിലെയും ഇന്റേണൽ എൻവയോൺമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആനിമൽസിൽ ഈ ഫ്ലൂയിഡ് സെൽസിന് ഇടയിലുള്ള ആ ഒരു സ്പേസിൽ കാണപ്പെടുന്ന ഈ ഫ്ലൂയിഡ്സിനെയാണ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതാണ് ആനിമൽസിന്റെ കേസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇൻ ആനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് സെർവ് ആസ് ദ ഇന്റേണൽ എൻവയോൺമെന്റ്. അപ്പം ആനിമൽ കേസിൽ ഈ ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡിന്റെ പേരെന്താണ്? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. ഈ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ആണ് ആനിമലിന്റെ കേസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ദ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് പ്ലാന്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് സെൽ വോൾസ്. സെൽ വോൾ ആണ് ഒന്നാമതായിട്ടുള്ളത്. ആൻഡ് അതർ കമ്പോണൻസ്, മറ്റ് കമ്പോണൻസ്. പിന്നെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്, നേരത്തെ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ്. അപ്പോൾ പ്ലാന്റ്സിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ്? ആദ്യം തന്നെ അതിൻ്റെ സെൽ വോൾ ഉണ്ട്, പിന്നെ അതിൻ്റെ ദെയർ കമ്പോണൻസ്, പിന്നെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്സ് ഉണ്ട്, പിന്നെ എയർ സാക്സ് ബിറ്റ്വീൻ സെല്ലുകൾക്കിടയിലുള്ള ആ ഒരു എയർ സാക്ക്. ഇതെല്ലാം പ്ലാന്റ്സിൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റിന് എക്സാമ്പിൾസ് ആണ്. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാറ്റിസ്. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ എൻവയോൺമെന്റിന്റെ ആ ഒരു കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനുള്ള ആ ഒരു കഴിവിനെയാണ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതാണ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാറ്റിസ് നീഡ്സ് ടു ബി മെയിൻറ്റൈൻഡ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റാബോളിസം. അപ്പം ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മെറ്റാബോളിസം നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ എല്ലാവിധ റിയാക്ഷൻസും ബോഡി നടക്കുന്നതാണ്. അപ്പം ഈ ഒരു മെറ്റാബോളിസത്തിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു കെമിക്കൽ കോമ്പിനേഷൻ തെറ്റിയാൽ അത് ജീവന് തന്നെ ആപത്താകുമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള എക്സ്റ്റേണൽ സബ്സ്റ്റൻസുകൾ സെല്ലിനുള്ളിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട്. അപ്പം ചില സബ്സ്റ്റൻസുകളെ മാത്രമേ ഈസിലി ആയിട്ട് നമുക്ക് സെല്ലിൽ കൂടി കടന്നു പോകാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു സെൽ മെംബ്രെയിനിൽ കൂടിയുള്ള മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ചിനെ പറ്റിയാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ. അപ്പം ആദ്യത്തെ പിക്ചർ ആ ഒരു 1.3 സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ്റെ പിക്ചർ നോക്കുവാണെങ്കിൽ അതൊരു സെല്ലിൻ്റെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. സെല്ല് ആദ്യം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റും സൈറ്റോപ്ലാസും എല്ലാം കണ്ടു. പിന്നെ കുറച്ചുകൂടി ഇതായിട്ട് കൊടുത്തേക്കുന്നത് സെൽ മെംബ്രെയിനെ ഒന്ന് വലുതാക്കി കാണിച്ചേക്കുവാണ്. അപ്പം ഈ സെൽ മെംബ്രെയിൻ എന്നുള്ളത് ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടുള്ളതാണ്. അതിന് ഒരു ഹെഡ് പാർട്ടും ഒരു ടെയിൽ പാർട്ടും ഉണ്ട്. ഹെഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ആണ്, ടെയിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ളതാണ് ഹെഡ് പാർട്ട്. പിന്നെ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ, ഫോബിയ മീൻസ് ഫിയർ, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തെ പേടിയുള്ളത്, മറ്റേത് വെള്ളത്തെ ഇഷ്ടപ്പെടുന്ന, ഇത് വെള്ളത്തെ പേടിയുള്ളത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. ബാക്കി എന്തൊക്കെയുള്ളത്? അതിനകത്തിൽ പ്രോട്ടീൻ ചാനൽസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ, പിന്നെന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, റാഡിക്കൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ ബിക്കോസ് ഇറ്റ് കവേഴ്സ് പ്രോട്ടോപ്ലാസം. എന്തുകൊണ്ടാണ്
സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിൻ എന്തിനെ കവർ ചെയ്യുന്നു, എന്തിനെ സംരക്ഷിക്കുന്നു, കവർ ചെയ്ത് പ്രോട്ടോപ്ലാസത്തെ കവർ ചെയ്ത് സംരക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം പ്രോട്ടോപ്ലാസം എന്താണെന്ന്. അതിനു മുമ്പായിട്ട് സൈറ്റോപ്ലാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സൈറ്റോപ്ലാസം എന്നാൽ എന്താണ്? ഓൾ ദ കണ്ടൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്. അപ്പം എന്താണ്? എല്ലാവിധ സെല്ലിനകത്തുള്ള എല്ലാവിധ കണ്ടന്റുകളും ആണ് സൈറ്റോപ്ലാസം. എന്ത് മാത്രം എക്സ്ക്ലൂഡഡ് ആണ്? ന്യൂക്ലിയസ് ഒഴികെ സെല്ലിനകത്തെ എല്ലാവിധ കണ്ടന്റിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് സൈറ്റോപ്ലാസം എന്ന്. അപ്പം സൈറ്റോപ്ലാസം എന്നത് ന്യൂക്ലിയസ് ഒഴികെ ബാക്കി സെല്ലിനകത്തെ എല്ലാ സബ്സ്റ്റൻസും എല്ലാ കണ്ടന്റും ഉൾക്കൊള്ളുന്നതാണ് സൈറ്റോപ്ലാസം. ഇനി പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈറ്റോപ്ലാസം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഒഴികെ എല്ലാ കണ്ടന്റും അതിനകത്തിലുണ്ടെന്ന്. അപ്പം സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസും ഈ സൈറ്റോപ്ലാസവും കൂടി ചേർന്നത് എന്ന് വെച്ചാൽ സെല്ല് ഫുൾ ആയിട്ടുള്ളതിനെയാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സെല്ല് മുഴുവനായിട്ടും ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും എല്ലാവിധ സബ്സ്റ്റൻസും ചേർന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഈ പ്രോട്ടോപ്ലാസത്തെ എന്താ കവർ ചെയ്ത് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. അതിനപ്പുറത്തായിട്ട് വൈ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നോൺ ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പം എന്താണ് പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്? അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻസർ. only certain molecules can pass through the plasma membrane. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കവാടം പോലെയാണ്. അതിലെന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസിനും ചെന്ന് കയറാനൊന്നും പറ്റില്ല. അപ്പം certain molecules can pass through the plasma membrane. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി ചില പ്രത്യേക മോളിക്യൂൾസിന് മാത്രമേ കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്. അപ്പം പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി എളുപ്പത്തിൽ പോകാനായിട്ട് അനുവാദമുള്ള അല്ലെങ്കിൽ പോകാനായിട്ട് പറ്റുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വാട്ടർ ഉണ്ട്, 2 ഓക്സിജൻ, 3 കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയ്ക്ക് മാത്രമേ ഈസി ആയിട്ട് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിൽ കൂടി എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. But certain substance and ions can only pass through special channels or pores. അപ്പം ഈ സെൽ മെംബ്രെയിനിൽ തന്നെയുള്ള സ്പെഷ്യൽ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്ത് പോലത്തെ ചാനൽസിൽ കൂടിയും പോറുകളിൽ കൂടിയും മാത്രമേ കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എന്താ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറയുന്നത്? സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? only certain molecules can പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി ചില പ്രത്യേക ഇതിന് മാത്രം സെലക്റ്റീവായിട്ട് മാത്രമേ പറഞ്ഞു വിടത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഒരു സ്പിനാച്ചിൻ്റെ അല്ലെങ്കിൽ റോയോ ലീഫിൻ്റെ ഒരു തിൻ ലെയർ എടുത്തിട്ട് അതിനെ കട്ട് ഇൻ 2 പീസസ് ആൻഡ് പുട്ട് ഇൻ എ ഫ്രഷ് വാട്ടർ ആൻഡ് അതർ ഇൻ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ. ഒരെണ്ണം ഒരു സോൾട്ട് സൊല്യൂഷനിലും ഒരെണ്ണം ഫ്രഷ് വാട്ടറിലുമായിട്ട് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 2 minutes ട്രാൻസ്ഫർ ബോത്ത് ദ ലെയേഴ്സ് ടു എ സ്ലൈഡ്. 2 മിനിറ്റ് ഇട്ടതിന് ശേഷം ഈ ലീഫ് എന്താണോ എടുത്തിട്ടുള്ളത്, ഇപ്പം ചീരയുടെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ലീഫ് ഉപ്പുവെള്ളത്തിൽ ഇട്ടേക്കുന്ന ആ ഒരു ലീഫും ആ ഒരു പീസും പിന്നെ ഫ്രഷ് വാട്ടറിൽ ഇട്ടേക്കുന്ന പീസ് ഒരു സ്ലൈഡിലേക്ക് വെച്ച് ഒബ്സർവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ പിക്ചർ എന്തിൻ്റെ ആയിരിക്കും? ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേസിൽ സോൾട്ട് വാട്ടറിൽ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ദ സെൽ ടു ദ സോൾട്ട് വാട്ടർ. ഇതിലെന്താണ്? ആ സെല്ലിനകത്തുണ്ടായിരുന്ന ആ ഒരു വാട്ടർ മോളിക്യൂൾസ് എല്ലാം തന്നെ സോൾട്ട് വാട്ടറിലേക്ക് പോകുന്നു. ഇത് സോൾട്ട് വാട്ടറിലേക്ക് പോവാണ്. ഫ്രഷ് വാട്ടറിൽ ഇട്ടേക്കുന്നതാണെങ്കിൽ ഈ ഒരു വാട്ടർ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്ലാന്റ് സെല്ലിലേക്കാണ് കയറുന്നത്. അപ്പം ഫ്രഷ് വാട്ടറിൻ്റെ കേസിൽ പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ സെല്ലിലേക്ക് വെള്ളം കടക്കുന്നു. പിന്നെ സോൾട്ട് വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ ഈ സെല്ലിൽ നിന്നും വാട്ടർ പുറത്തേക്ക് ആ ഒരു സോൾട്ട് വാട്ടറിലേക്ക് പോകുന്നു. ആദ്യത്തെ പിക്ചറിൽ
ആ വോളും സെൽ വോളും നമ്മുടെ സൈറ്റോപ്ലാസവും തമ്മിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ഫ്രഷ് വാട്ടറിൽ ഇട്ടേക്കുന്ന ആ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിലെയാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് വരുമ്പോൾ എന്താ, രണ്ടാമത്തേത് സോൾട്ട് വാട്ടറിൽ ഇട്ടേക്കുന്നതിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താ, അതിൻ്റെ സെൽ വോളും സൈറ്റോപ്ലാസവും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. കാരണം സെല്ലിൽ നിന്നും എന്താ വാട്ടർ കണ്ടന്റ് എന്താണ് സോൾട്ടിലേക്ക് അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലേക്ക് പോയിരിക്കുകയാണ്. അടുത്തത് വേറൊരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്, ഇൻ എ ബീക്കർ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പകുതി മാത്രമേ കടത്തിവിടത്തുള്ളൂ. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ പകുതി മാത്രമായിട്ട് കടത്തിവിടുന്ന ഒരു മെംബ്രെയിൻ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒന്നിൽ സോൾട്ട് വാട്ടറും ഒന്നിൽ ഫ്രഷ് വാട്ടറുമാണ് വെച്ചിരിക്കുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു ബിഗിനിങ് ടൈമിൽ പിങ്ക് കളറിലേത് ഉള്ളത് എന്താണ്, വാട്ടർ മോളിക്യൂൾസ്. യെല്ലോ എന്താണ്, സോൾട്ട് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി കൂടുതൽ വരുന്നത് ആദ്യം എന്താണ്, വാട്ടർ മോളിക്യൂൾസിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൂടുതലായിട്ട് കിടക്കുന്നത്, സോൾട്ടിൻ്റെ കുറവായിട്ടാണ് കൊടുക്കുന്നത്. ആഫ്റ്റർ 1 hour എക്സ്പെരിമെൻ്റ് നടത്തിയ ഒരു മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ എന്താണ്, സോൾട്ട് മോളിക്യൂൾസ് എയിൽ കുറവാണ്. അതെല്ലാം എവിടേക്ക് പോയി, ബിയിലേക്ക് പോയി, ഈ സോൾട്ടിൻ്റെ കൂടെ പോയി. താഴെയായിട്ട് കൊടുത്തിരിക്കുകയാണ്, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ എക്സ്പെരിമെൻറ്റിൻ്റെ ബിഗിനിങ്ങിൻ്റെ ടൈമിൽ എന്താണ്, വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരുന്നു അല്ലെങ്കിൽ കൂടുതലായിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആഫ്റ്റർ 1 hour, ഒരു മണിക്കൂറിന് ശേഷം ഈ ഒരു വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുക, എന്താണ്, കുറഞ്ഞിരിക്കുകയാണ്. ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്ലോ ഏതാണ്, വാട്ടറിൽ നിന്നും സോൾട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ പോയിരിക്കുന്നത്. അപ്പം നേരത്തെ ചീരത്തണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ചീരയിലയുടെ കാര്യം പറഞ്ഞു, അതിനകത്ത് എന്താണ്, ആ ഒരു സോൾട്ട് വാട്ടറിൽ വെച്ചേക്കുന്ന ആ ഒരു പാർട്ട് ഷ്രിങ്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വൈ ഡിഡ് ദ സെൽ ദാറ്റ് വാസ് ഇമേഴ്സ്ഡ് ഇൻ ദ സോൾട്ട് വാട്ടർ ഷ്രിങ്ക്, എന്തുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോയത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു സോൾട്ട് വാട്ടറിൽ ഇട്ടേക്കുന്നതിനകത്ത് എന്താണ്, ഈ സെല്ലിനകത്ത് എന്തുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം എന്താണ് സോൾട്ട് വാട്ടറിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്താണ് ഈ സെല്ല് ചുരുങ്ങാനായിട്ട് കാരണം. പറഞ്ഞിരിക്കുകയാണ്, വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ദ സെൽ ടു ദ സോൾട്ട് വാട്ടർ. ഈ സെല്ലിനകത്തുണ്ടായിരുന്ന വാട്ടർ മോളിക്യൂൾസ് എവിടേക്ക് പോകുന്നു, സോൾട്ട് വാട്ടറിലേക്ക് പോകുന്നു. അപ്പം ഈ തിയറിക്കെല്ലാം ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, എന്താണ്, ഓസ്മോസിസ്. Osmosis is the movement of water molecules from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. അപ്പം എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്, വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. എവിടെ നിന്നും, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് അത് മൂവ്മെൻറ്റ് നടക്കുന്നത്. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്നതാണ് ഏത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇവിടെ നിന്നും ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുമാത്രമല്ല അതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഈ ഒരു ഓസ്മോസിസ് തന്നെ 2 എണ്ണം ഉണ്ട്, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും പറയാണ്. 2 തരം ഓസ്മോസിസ് ആണ് ഉള്ളത്, എക്സ് ഓസ്മോസിസ് ആൻഡ് എൻഡ് ഓസ്മോസിസ്. എക്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെയാണ് എക്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ നോർമൽ ഓസ്മോസിസ് തന്നെയാണ് എക്സ് ഓസ്മോസിസ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എൻഡ് ഓസ്മോസിസിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്താണ്, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പം അതിനകത്ത് തന്നെ തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഏത്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതാണ് എൻഡ് ഓസ്മോസിസ്. ഇനി നമുക്ക് ആ പഴയ ആ ഒരു എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഏതാ, ആ ഒരു
ചീരയിലയുടെ ആ ഒരു എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന എന്താണ്, എക്സോസ്മോസിസ് ആണ് നടന്നിരിക്കുന്നത്. എക്സോസ്മോസിസ് എന്നതിൽ എന്താണ്, ഈ സെല്ലിനകത്തെന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ഈ വാട്ടർ എന്താണ്, ലോ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എക്സോസ്മോസിസ് ആണ് നടക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു റേസിൻസ് പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് വൈ? അപ്പം നമുക്കറിയാം എന്താ, ഈ ഉണക്കമുന്തിരിയൊക്കെ ഫ്രഷ് വാട്ടറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിന് എന്താ പറ്റുന്നത്, അത് ബൾജ് ചെയ്ത് വരുന്നുണ്ട്. ബൾജ് ചെയ്ത് വരുമ്പോൾ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ദ സെൽ ഓഫ് ഡ്രൈ ഗ്രേപ്സ്. വാട്ടർ മോളിക്യൂൾസ് എന്താ, ഡ്രൈ ഗ്രേപ്സിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ പറഞ്ഞു, സെൽ മെംബ്രെയിനിൽ കൂടി വാട്ടറിൻ്റെത് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ എന്താ, വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ദ സെൽ ഓഫ് ഡ്രൈ ഗ്രേപ്സ്. ഇവിടെ നടക്കുന്നത് എൻഡോസ്മോസിസ് ആണ്. എൻഡോസ്മോസിസ് എന്ന് പറയുമ്പോൾ എന്താ, ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ മെംബ്രെയിനിൽ കൂടിയുള്ള ഫസ്റ്റ് എക്സ്ചേഞ്ച് നമ്മൾ പഠിച്ചു, ഏതാണ്, ഓസ്മോസിസ്. ഇനി അടുത്ത വേറൊരെണ്ണം പറയുകയാണ്, ഏത്, ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ കേസ് മാത്രമാണ് ഓസ്മോസിസിൽ നടക്കുന്നത്. ഇനിയും ഗേഷ്യസ് എക്സ്ചേഞ്ച് വരുവാണെങ്കിൽ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സെൽ മെംബ്രെയിൻ കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ ആണ് അവിടെ ഇരിക്കുന്നത്. ഓക്സിജൻ എന്താണ്, നോർമലി സെൽ മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്ത് പോവാണ്. നമ്മൾ പറഞ്ഞു, ഓക്സിജന്, വാട്ടർ, ഈ ഒരു കാര്യങ്ങൾക്ക് എന്താണ്, വേറെ ബാരിയേഴ്സിന്റെ ഒന്നും കാര്യമില്ല. അവയ്ക്ക് എന്താണ്, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി ഈസി ആയിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഡിഫ്യൂഷൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് പറയാം. ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾ സ്പ്രെഡ് ഫ്രം ദെയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അപ്പം ഇതും ഓസ്മോസിസ് പോലെ തന്നെ ഗേഷ്യസ് കേസാണ്. അപ്പം എന്താണ്, അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും, കൂടിയ കോൺസെൻട്രേഷനിൽ നിന്നും കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്കാണ് അതിൻ്റെ മോളിക്യൂൾസ് സ്പ്രെഡ് ആവുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇതിന് എനർജി ആവശ്യമുണ്ട്, എളുപ്പത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് എനർജിയുടെ ആവശ്യം വരുന്നില്ല. ഡിഫ്യൂഷൻ വിൽ ഒക്കേഴ്സ് വിത്തൗട്ട് എ ഓൾസോ ഒക്കോർ വിത്തൗട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്, ഡിഫ്യൂഷന് സെമി പെർമിയബിൾ മെംബ്രെയിൻ വേണമെന്ന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സാമ്പിൾസ്. ഡിഫ്യൂഷന് എന്താ, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഡിഫ്യൂഷൻ ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്തുവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ അവ എന്താ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് വരുന്നത്. നമ്മൾ പിക്ചർ തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, എന്താണ്, ആ ഒരു ഹയർ കോൺസെൻട്രേഷൻ ആണ് ഏത്, ഈ ഒരു സെൽ മെംബ്രെയിന് പുറത്തായിട്ട് കാണപ്പെടുന്നത്. അത് പിന്നീട് ഡിഫ്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നും അകത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് ഇത് പോകുന്നത്. അപ്പുറം ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വിൽ ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് ത്രൂ ആൻഡ് വിത്തൗട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞു, സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ആവശ്യമുണ്ടോ? ഡിഫ്യൂഷൻ വിൽ ഓൾസോ ഒക്വർ വിത്തൗട്ട് മെംബ്രെയിൻ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ എന്താണ്, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലാതെയും എന്താണ്, ഡിഫ്യൂഷൻ സാധിക്കും. അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഒരു പിക്ചർ നോക്കിയാൽ നമുക്കറിയാം, എന്താണ്, ഇതിലും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് പോകുന്നത്. അപ്പോൾ എന്താണ്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് പോകുന്നത്. പക്ഷേ ഇത് മറ്റേത് കൂട്ട് പോകാനായിട്ട് അങ്ങ് പറ്റുമോ മെംബ്രെയിനിൽ കൂടി? ഇല്ല. ഇതിന് എന്തിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്? സർട്ടൺ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിൻ്റെ സഹായം ഇതിന് ആവശ്യമാണ്. ആ പ്രോട്ടീൻസ് ഏതൊക്കെയാവാം? ചിലപ്പം കാരിയർ പ്രോട്ടീൻസ് ആവാം, അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ ആകാം. ഈ ഒരു പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കത്തുള്ളൂ. അതുമാത്രമല്ല, ഇതിനെന്ത് ആവശ്യമില്ല? എനർജി ആവശ്യമില്ല. കാരണം ആ പ്രോട്ടീൻ വഴി അത് എൻ്റർ ചെയ്യുകയാണ്, അതിന് എനർജിയുടെ ആവശ്യമില്ല. അപ്പം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി ആൻഡ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൺ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി,
ഈ ഒരു പ്രോസസ്സിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് എന്താവശ്യമില്ല, എനർജി ആവശ്യമില്ല. ആൻഡ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടേൺ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചില പ്രത്യേകതരം പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ അയോണുകളെല്ലാം ഈ സെല്ലിന് ഉള്ളിലേക്ക് കടക്കുന്നത്. അടുത്തൊരു എക്സ്ചേഞ്ചിങ് മെത്തേഡാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അത് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആർ ലെസ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. കുറവുള്ളിടത്ത് നിന്നും കൂടുതലുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇറ്റ് ഒക്കേഴ്സ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ദ ഹയർ കോൺസെൻട്രേഷൻ. അപ്പം നമ്മൾ ഇപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഓസ്മോസിസ് പഠിച്ചു, പിന്നെ ഡിഫ്യൂഷൻ പഠിച്ചു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു. ഇതിലെല്ലാം ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പം ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് എന്ത് പോകുന്നത്, മോളിക്യൂൾസ് പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ എനർജി ഉപയോഗിക്കുന്നുണ്ട്, ATP ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൺ കാരിയർ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ്സ്, ഇതിന് എന്താവശ്യമാണ്, എനർജി അല്ലെങ്കിൽ ATPയുടെ ഉപയോഗം അല്ലെങ്കിൽ ആവശ്യകത ഉണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൺ കാരിയർ പ്രോട്ടീൻസ്, സർട്ടൺ കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് എന്തിനാവശ്യമാണ്, ഈ ഒരു എക്സ്ചേഞ്ചിന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വേണ്ടി ആവശ്യം ആണ്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വരുമ്പോൾ ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് പറയുവാണെങ്കിൽ എന്താണ്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് പോകുന്നത്. പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ഹെൽപ്പ് ദ എൻട്രി ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സെല്ലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഏതാണ്, കാരിയർ പ്രോട്ടീൻസ് ആണ്. ഈ കാരിയർ പ്രോട്ടീൻസ് വഴിയാണ് അതിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. റിക്വയർമെൻറ്റ് ഓഫ് എനർജി ATP ഇതിന് ആവശ്യമായിട്ട് വരുന്നു. ആൻഡ് എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ് ഏത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഉണ്ട്, ബാക്കി ഭാഗം നമ്മളൊരു അടുത്തൊരു പാർട്ടായിട്ട് ഇടുന്നതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ നോട്ട്സും എത്രയും പെട്ടെന്ന് വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റ്സ് ഇടുക. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും, സ്പീഡ് കുറയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്